ആ എഴുതിയാട്ടെ, പറഞ്ഞോ. പ്രൈസ് ഓഫ് എ പെൻസിൽ ഈക്വൽ എക്സ് ഈക്വൽ 6. പ്രൈസ് ഓഫ് എ പെൻസിൽ ഈക്വൽ എക്സ് ഈക്വൽ 6. വേണമെങ്കിൽ ₹6 എന്ന് എഴുതിക്കോളാം. അടുത്തത് എഴുതിയോ? അപ്പോ മലയാളത്തിൽ എഴുതിയായിരുന്നോ? പറഞ്ഞാട്ടെ. പ്രൈസ് ഓഫ് എ പെൻ ഈക്വൽ ഒരു പേനയുടെ വില സമം വൈ ഈക്വൽ വൈ ഈക്വൽ 12. ഇല്ലയോ? ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ കിട്ടിയ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് പരീക്ഷാ ഹാളിൽ വെച്ച് തന്നെ ചെക്ക് ചെയ്യാം. എങ്ങനെയാന്ന് പറഞ്ഞാൽ, ആദ്യം ഒരു പെൻസിലിന് എത്ര രൂപ? ഒരു പെൻസിലിന് എത്ര രൂപ? ഒരു പെൻസിലിന് എത്ര രൂപ? 6 രൂപ. ആദ്യം എത്ര പെൻസിലാ മേടിച്ചേ? 3 പെൻസിൽ. ഒരു പെൻസിലിന് 6 രൂപയാണെങ്കിൽ 3 പെൻസിലിന് എത്ര രൂപ? 3 × 6 ഈക്വൽ 18. ഒരു പേനയ്ക്ക് എത്ര രൂപ? 12. അപ്പൊ 4 പേനയ്ക്ക് നസ്രമടം ഇവിടെ 4 × 12. 12 4 47. ഒന്ന് കൂട്ടിക്കേ. 8 വെട്ടും 16 6 ശിഷ്ട 1 4 1 5 1 ഈ 66 എവിടെങ്കിലും ഉണ്ടായിരുന്നു നോക്കിക്കേ. ഉണ്ട്. കുസൃതി പറഞ്ഞില്ല 66. ഓക്കെ. ഇനി അടുത്തത്, ഒരു പെൻസിലിന് എത്ര രൂപ? 6 രൂപ. അപ്പൊ 6 പെൻസിലിന് 6 × 6 ഈക്വൽ 36. ഒരു പേനയ്ക്ക് എത്ര രൂപ? 12 രൂപ. 3 പേനയ്ക്ക് 3 × 12 ഈക്വൽ 3 × 12 ഈക്വൽ 6 6 12. ശിഷ്ട 1 3 3 6 1 ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പൊ നമ്മുടെ ആൻസർ കറക്റ്റ് അല്ലേ? ഇതൊന്ന് വർക്കിംഗ് കോളത്തിൽ എഴുതിയിട്ടെ. ഇതൊന്ന് വർക്കിംഗ് കോളത്തിലോട്ട് എഴുതിയിടുക. Right then, I steps into the room after finishing his lecture on his Sunday morning. നമ്മൾ ആദ്യം പറഞ്ഞു നിർത്തി ഇവിടെ വരെയില്ലായിരുന്നു. x = 15 വരെയല്ലേ നിങ്ങൾ എഴുതി വെച്ചിരുന്നേ? ഓക്കെ. അപ്പൊ നമുക്ക് x = 15 എന്ന് കിട്ടി. എങ്ങനെ കിട്ടിയത്? x = 15. അതുകൊള്ള ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്തപ്പോ -3x. എങ്ങനെ -3x വന്നത്? 3y അല്ല 4x നിന്ന് 7x കുറച്ചപ്പോൾ -3x ഈക്വൽ 66 നിന്ന് 111 കുറയ്ക്കണം. അതെങ്ങനെ കുറയ്ക്കണം? 111 നിന്ന് 66 കുറച്ചിട്ട് ഒരു മൈനസ് കൊടുക്കും. അപ്പൊ എത്ര കിട്ടി? -40. അപ്പൊ x ഈക്വൽ -45 ഡിവൈഡഡ് ബൈ, അപ്പൊ x ഈക്വൽ നെഗറ്റീവ് ഡിവൈഡ് ബൈ നെഗറ്റീവ് പോസിറ്റീവ്. 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പൊ 6 വില കിട്ടി, x കിട്ടി. x മാത്രമല്ലല്ലോ ക്വസ്റ്റിനകത്തുള്ളത്. ആരുമുണ്ട്? ആ കിട്ടിയ എക്സിന്റെ വില കൊണ്ടുപോയി നിങ്ങൾ എവിടെ കൊടുത്തു? ഒന്നിൽ തന്നെ കൊടുക്കണമെന്നില്ല, 2 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 എങ്ങനെ മാറും? 4 × എക്സിന്റെ വില 15 പ്ലസ് 3y ഈക്വൽ 66. 4 × 15 60 പ്ലസ് 3y ഈസ് ഈക്വൽ ടു 66. അപ്പൊ 3y ഈക്വൽ 66. ഈ 60 അപ്പുറത്ത് പോകുമ്പോ -60. അപ്പൊ 3y ഈക്വൽ 6. അപ്പൊ വൈയുടെ വില 6/3. വൈയുടെ വില എത്ര കിട്ടി? 2. അപ്പൊ നമ്മൾ എഴുതി വെച്ചു. ഒരു പേനയ്ക്ക് എത്ര രൂപ? x നമ്മൾ ആദ്യം എടുത്തു. ആ എക്സിന്റെ വില എത്രയാണ്? 15. അടുത്തത്, ഒരു പെൻസിലിന് എത്ര രൂപ? y. ആ വൈയുടെ വില എത്ര കിട്ടി? 2 രൂപ. ഇനി ശരിയാണോ നമ്മൾ എങ്ങനെ നോക്കിയത്? ഒരു പേനായ്ക്ക് 15 രൂപയാണെങ്കിൽ 4 പേനായ്ക്ക് 4 × 15 = 60. ഒരു പെൻസിലിന് 2 രൂപയാണെങ്കിൽ 3 പെൻസിലിന് 3 × 2 = 6. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ 66. അടുത്തത്, ഒരു പേനായ്ക്ക് 15 രൂപയാണെങ്കിൽ 7 പേനായ്ക്ക് 7 × 15 = 105.
ഒരു പെൻസിലിന് 2 രൂപയാണെങ്കിൽ 3 പെൻസിലിന് എത്ര രൂപ? 3 ഗുണം 2 സമം 6. രണ്ടൂടെ കൂട്ടിയപ്പോ എത്ര കിട്ടി? 111. ഈ പാഠത്തിലെ എല്ലാ കണക്കും ചെയ്ത് കഴിയുമ്പോ നമുക്ക് തന്നെ അവിടെ വെച്ച് ശരിയാണോ തെറ്റാണോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യം കിട്ടി എല്ലാവർക്കും? വായിച്ചു നോക്കിയായിരുന്നു? ഓക്കെ, ശരി. ഓൺലൈൻകാർക്ക് ഈ കണക്ക് മനസ്സിലായോ? ഓക്കെ. അപ്പോ അതിന്റെ തൊട്ട് താഴെ അടുത്തൊരു കണക്ക് കിടക്കുന്നുണ്ടോ? എന്തുവാ I can't do any. അത് തൊട്ട് താഴെ കിടക്കുന്ന കണക്ക് വായിച്ചേ. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 26. കണ്ടോ? അപ്പോ ആ ചോദ്യം അങ്ങോട്ട് എഴുതാം. ഓൺലൈൻകാര് കണ്ടോ ചോദ്യം? എഴുതിയാൽ ഓക്കെ. Maxi,